ഹലോ. എന്താ പാട്? നല്ല പാടന്നെയാ. എവിടെ ഇപ്പൊ? വീട്ടിലെത്തി. ആണോ? ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ ഇന്നലെ വന്ന്. ഏയ് ഇല്ലില്ല. ഞാന് നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. ഉം. ഉം. ക്ഷീണടാവും. ക്ഷീണുണ്ടാവും. അങ്ങനത്തെ പെർഫോമൻസ് അല്ലായിരുന്നോ? എന്തൊക്കെ ചെയ്യാ? ഇനിയിപ്പോ എന്താണ്? ഹലോ. ഹലോ. എന്താ അവിടുന്ന് വേറെ ശബ്ദം കേട്ടെ? അത് മൊബൈലില്. അതെല്ലേ. ആ. ഇഷ്ടായോ? അടിപൊളി. ആണോ? കെട്ടിയാൻ വിളിച്ചാ? ഇല്ല, വിളിക്കേണ്ട നേരം ആവണല്ലേ ഉള്ളൂ. 4 മണിക്ക് വിളിക്കാം. എന്നാ വരുന്നു പുള്ളിന്ന് വരണേ? അടുത്ത മാസം എന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്ത മാസം വരണ്ടല്ലേ? പിന്നെ കുട്ടിക്ക് വന്നിട്ടില്ല അങ്കലവാടിയിൽ നിന്ന്. ആണോ? പിന്നെ നമ്മള് നേരത്തെ എടുത്ത ഫോട്ടോ അല്ലേ, ഡിലീറ്റ് ചെയ്യണം കേട്ടോ. ഫോട്ടോ അല്ലേ? ഇങ്ങനെ ഓർമ്മ വരുമ്പോ നോക്കാനോ? അങ്ങനെന്തൊരു ഓർമ്മ വരുമ്പോ ഫോട്ടോ നോക്കണേ? എന്നെ വിളിച്ച ഞാൻ വരില്ലേ? ഒരു മിനിറ്റ്, കോള് വന്നോണ്ടിരിക്കണ്ടായിരുന്നു കേട്ടാ. ഒരു മിനിറ്റ്, കട്ട് ചെയ്യണ്ട. നോക്കട്ടെ ആർക്കാന്ന്. അത് കുഴപ്പമില്ല. അപ്പൊ എന്നോട് അത്രയ്ക്ക് ഇഷ്ടല്ലേ വേറൊരാളെ കോളൊന്നും എടുക്കാൻ എന്റെ കോളന്നെ നോക്കണത്? ആദ്യമായിട്ട് കണ്ടപ്പോഴേ എനിക്ക് ആ മീശ കൂടുതൽ ഇഷ്ടായത്. ആണോ? പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇനി എന്നാ നമുക്ക് കാണാൻ പറ്റാ? ഉമ്മ എന്നാ പോകണ്ട് പറഞ്ഞല്ലോ? ഉമ്മ അടുത്ത ആഴ്ച പോവും. അടുത്ത ആഴ്ച? അപ്പൊ ഞാൻ വരാം. സത്യം? അത് വിളിക്കണട്ടാ, മുൻകൂട്ടി വിളിക്കണേ. പറയാട്ടോ. പിന്നെ മതില് ചാടിയിട്ട് എളുപ്പം അങ്ങോട്ട് വരാനേ. മതിലൊക്കെ ചാടി കഷ്ടപ്പെട്ടതിന് ഗുണമുണ്ട്. അപ്പൊ ഗുണം കിട്ടുമ്പോഴേ ഇത്തിരി കഷ്ടപ്പാട് എന്തായാലും ഉറപ്പാട്ടോ. പിന്നെ ഞാനാ പറഞ്ഞ ക്യാഷ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട്. അത് പേടിക്കണ്ട, ഞാൻ അക്കൗണ്ടിൽ നിന്ന് എടുത്തുതരാം. ഇക്കാനോട് എന്താ പറയാന്നുള്ളതാ ഞാൻ ആലോചിക്കുന്നത്. ഞാനേ ചിട്ടി പൈസ കൊടുത്തു അങ്ങനെ എന്തേലൊക്കെ പറയാം. 1 ലക്ഷം രൂപ വേണം. അത് തരാം. അല്ലെങ്കിൽ അവിടെ ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പണം വെച്ചോ. ഗോൾഡ് ഇപ്പോ ലോക്കറിൽ നിന്ന് എടുത്തിട്ട് അറിയാൻ പോണമെന്നില്ലല്ലോ. നല്ല ഭർത്താവ് വന്നാ ഞാൻ എങ്ങനെ അറിയാനാ? ശരി എന്നാ അപ്പൊ ഗോൾഡ് തരാല്ലേ? പണം വെച്ചാ മതി. സാധാരണ വെച്ചോ. എന്റെ ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് എടുക്കാലോ. ആയിക്കോട്ടെ. അപ്പൊ എന്നാ ഞാന് ഗോൾഡ് പണയം വെച്ചിട്ടേ ഞാൻ തരാം. എപ്പോഴായിട്ട്? നാളെ കിട്ടാൻ പോയിട്ടുണ്ടോ? എന്റെ അക്കൗണ്ട് നമ്പർ അയച്ചുതരാം. എന്നിട്ട് മതി. ശരി എന്നാ ഞാനെന്നാ നാളെ രാവിലെ തന്നെ ബാങ്കിൽ പോയിട്ട് അത് സെറ്റാക്കാം. എന്നിട്ട് ഞാൻ വിളിക്കണ്ട് കേട്ടോ. വാങ്ങാൻ വരില്ല അല്ലേ? വാങ്ങാൻ വരുമ്പോ ഒന്നുകൂടെ കാണായിരുന്നു. എത്ര മണിക്ക് വരണം? അങ്ങനെയാണെങ്കിൽ ഞാന് കുഞ്ഞിനെ അംഗനവാടിയിലാക്കിട്ടേ വരാം. അതിനുശേഷം വിളിക്കാം. പകലാരും ഉണ്ടാവില്ലല്ലേ? പകലാരും ഉണ്ടാവില്ല. തുറന്നു വെച്ചാ അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നല്ലേ, നമ്മളെ സാധാരണ വീട്ടിലേക്ക് ആൾക്കാർ വരുന്ന പോലെ തന്നെ അങ്ങോട്ട് വന്നാ പോരെ? സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ആർക്കും സംശയമില്ല. ഞാൻ അങ്ങനത്തെ ആളല്ല. എല്ലാവർക്കും എന്നോട് ഭയങ്കര കാര്യമാണ്.
ഇങ്ങനെ എന്റെ കെണി പെട്ടു നീ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ മീശയും ചിരിയൊക്കെ കണ്ടപ്പോ അങ്ങ് പെട്ടുപോയി. എന്റെ ഭർത്താവ് എങ്ങനെ അവളെ കാണാന്? ഉഫ്, ഒരു മോരട്ടനാ. ആ പൈസ ഉണ്ടാക്കുന്ന മരാണല്ലേ? സ്വത്ത് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ സ്വത്ത് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഒരു മോരടന. നിങ്ങൾ എന്നെ സ്നേഹിക്കണ പോലെ ഒന്നും അയാളെന്നെ സ്നേഹിക്കൂല. ആണോ? നമ്മള് കണ്ടുമുട്ടിയതൊക്കെ എന്തല്ലേ. എങ്ങനെയുണ്ടായിരുന്നു? എന്നായാലും വരുന്നത് പറഞ്ഞില്ലേ ഞാൻ നേരത്തെ. അല്ല പറ, എന്നെ ശരിക്കും ഇഷ്ടായോ? പിന്നെ വേണ്ട, പിന്നെ ഇഷ്ടാവണ്ടാണോ അങ്ങനെയൊക്കെ ചെയ്ത് കിട്ടിയ? നാണക്കെട്ട് വരിക. എനിക്കിഷ്ടായ ഇഷ്ടായി. ഇനി ക്യാഷ് നാളെ റെഡി ആക്കോ? റെഡിയാക്കാം. അങ്ങനെ നാളെ ഞാനൊരു കുട്ടി എത്ര മണിക്കാ വരില്ലേ? കുട്ടി എത്ര മണിക്കാ വരില്ലേ? വൈകിട്ട് 4 മണിയാകുമ്പോഴത്തേക്കും വരും. ഒരു കാര്യം ചെയ്യാൻ, 12 മണിക്ക് എത്താം. റെഡി ആയിട്ടിരുന്നോ? അപ്പൊ അതിന്റെ ഉള്ളിൽ ക്യാഷ് നീ എങ്ങനെ എടുക്കും? ഞാന് രാവിലെ 10 മണിയാകുമ്പത്തിന് പോയിട്ടാ. കുഞ്ഞിനെ അങ്കലവാടിയിലാക്കിട്ടെ നേരെ ബാങ്കിൽ പോയി കാശ് എടുത്തിട്ട് ഞാൻ ടൗണില് നമ്മള് കണ്ടുമുട്ടിയ സ്ഥലമില്ലേ, ആ ബസ് സ്റ്റോപ്പ്, അതിന്റെ അവിടെ നിക്കാം. അപ്പൊ വീട്ടിലോട്ട് വരികയും സംസാരിക്കാൻ പറ്റില്ല, ആരെങ്കിലും കണ്ടിട്ട് വിളിച്ചു പറയുന്നത്. അപ്പൊ എന്നാ വീട്ടിലേക്ക് വരും. ഞാൻ നേരെ വീട്ടിലേക്ക് വരാം. ക്യാഷ് ഇട്ട് നേരെ നീ വീട്ടിലേക്ക് വരാം. ഞാൻ വീട്ടിലേക്ക് വരാം. വീട്ടിൽ വന്നിരിക്കണ്ട പണിയട്ടെ. എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പണിയാവും. വീട്ടിൽ വന്നാലേ എന്താ വേണ്ടേ? ജ്യൂസോ ചായയോ അതോ വേറെ എന്തെങ്കിലും? ചോറൊക്കെ ഉണ്ടാക്കണോ? ചോറൊന്നും ഉണ്ടാക്കണ്ട, ജ്യൂസ് കഴിച്ചത്. എന്നാ ഞാൻ ആപ്പിൾ ജ്യൂസ്. ജ്യൂസ് അടിപൊളി ജ്യൂസാണ്. ജ്യൂസ് വേറെന്താ? ഭയങ്കര ക്ഷീണം ഉണ്ടാവും. പേടിഎന്താ അപ്പുറത്തെ വീട്ടുകാര് കണ്ടിട്ടുണ്ടാവുന്നൊരു പേടി എനിക്കുണ്ടാ. അങ്ങനെ കാണാനൊന്നും വഴിയില്ലാന്നേ. പിന്നെ പേടിച്ചിരുന്ന ജീവിക്കാൻ പറ്റുമോ? എന്തേലും വിഷയം ഉണ്ടാവില്ലേ? ഏട്ടനെന്റെ കൂടെ ഉണ്ടാവില്ലേ? എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടം. എന്നാ ശരി, എന്നാ ഏട്ടനെ വിളിക്കാനുള്ള നേരായി തുടങ്ങി. ഞാൻ വിളിക്കാട്ടോ. പോട്ടെ പോട്ടെ. മുസ്ലിംസ് അല്ലേ അതിന് ഏട്ടാന്ന് ഇടയ്ക്ക് ഭയങ്കര ഇഷ്ടം വിളിക്കാൻ, അതുകൊണ്ട് ഞാൻ ഏട്ടാന്ന് വിളിക്കും. എനിക്ക് ഞങ്ങളുടെ ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാവത്തില്ല. അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്നെ ഇഷ്ടപ്പെട്ട് അത് ഞാൻ പറഞ്ഞില്ല, ആ ചിരിയും മീശയും ഒക്കെ. എന്നാ ശരി കേട്ടാ. നീ വിളിക്കോ? വൈകിട്ട് വിളിക്കോ? വൈകിട്ട് വിളിക്കാം. മറക്കല്ലട്ടാ. ഞാൻ നാളെ 12 മണിക്ക് എത്തിട്ടാ. ആയിക്കോട്ടെ. ഈ പോകുമ്പോ എന്നെ ഒന്ന് വിളിക്കണേ. ശരി. ശരി, ഓക്കെ. ബൈ.